കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിക്കാറില്ല. അവന് എന്ത് ഹെയർ കട്ട് വേണം എന്നുള്ളത് പോലും ഞാനാ തീരുമാനിക്കുന്നത്. കുഞ്ഞിന് എത്ര പ്രായമുണ്ട്? 19-20 വയസ്സുണ്ട്. ഇതൊരു കെയറിങ് ആണോ ഓവർ പ്രൊട്ടക്ഷൻ ആണോ? എന്താണ് കെയറിങ്, എന്താണ് ഓവർ പ്രൊട്ടക്ഷൻ? ഓവർ പ്രൊട്ടക്ഷൻ കൊണ്ട് കുഞ്ഞിന് നല്ലതാണോ അതോ മോശമാണോ സംഭവിക്കുന്നത്? ഇനി എന്തൊക്കെ കൊണ്ടാണ് അഥവാ നമ്മൾ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നത്? ഹായ്, ഹലോ, മൈ നെയിം ഈസ് ഡോക്ടർ ആദ്യ കേശവ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഓവർ പ്രൊട്ടക്റ്റിംഗ് പാരന്റിങ്ങിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ദൂഷ്യവശങ്ങൾ, എന്തൊക്കെയാണ് ഓവർ പ്രൊട്ടക്റ്റിംഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സിംറ്റംസ് എല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി. പലപ്പോഴും കെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയിലെ കോൺസിക്വൻസസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ആൻഡ് ഒരു സേഫ്റ്റി നെറ്റായിട്ട് നമ്മൾ എപ്പോഴും അവരോട് എന്താ പറയേണ്ടത്, അവർക്കൊരു ബാക്ക് സപ്പോർട്ടായിട്ട് നമ്മളുണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുന്ന, അവരെ മുന്നോട്ട് നയിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് മാത്രം നിൽക്കുന്നതിനെയാണ് നമ്മൾ കെയറിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എന്ത് കാര്യത്തിനും ഇടപെടുക. അവരൊന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിനെ ഉടനെ വിളിക്കുന്നു, എന്താണ് കാര്യം എന്ന് തിരക്കുന്നു. അങ്ങനെ അൺനെസസറി ആയിട്ട് ഇൻവോൾവ് ചെയ്യുക, എക്സസീവായിട്ട് റൂൾസ് സെറ്റ് ചെയ്യുക. 9 മണിക്ക് നീ ഫോൺ മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ 9 മണി മുതൽ 11 മണി വരെ പഠിക്കാനേ പാടുള്ളൂ. അത്തരത്തിൽ ഓവറായിട്ടും എക്സസീവായിട്ടുള്ള റൂൾസ് സെറ്റ് ചെയ്യുക. ആൻഡ് അവർക്ക് എന്തും ഒരു ഇൻഡിപെൻഡൻസോട് കൂടി ചെയ്യാൻ പറ്റാതിരിക്കുക. ഒരു ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊള്ളത്തില്ല, ഇത് ചേരുന്നില്ല, ഈ ഷെയ്ഡ് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഉടനെ അത് മാറ്റുക. അതല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തൊരു കാര്യത്തിനും ഭയം അവരിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യാൻ നോക്കുക. അയ്യോ അത് ചെയ്യല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൊല്ലാപ്പാകം ചെയ്യല്ലേ. അങ്ങനെ എന്തിനും ഏതിനും നിങ്ങൾ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണോ? എന്നാൽ അത് ഓവർ പ്രൊട്ടക്റ്റിംഗ് ആണ്. ഒരിക്കലും ഒരു കെയറിംഗ് പാരന്റിങ് അല്ല അത്. നേരെ മറിച്ച് അവർക്ക് കുറച്ച് ഫ്രീഡമായിട്ട് അവർക്ക് ചിന്തിക്കാൻ അനുവദിക്കുന്ന, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ നല്ലതും മോശവും എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാരൻ്റാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളൊരു കെയറിംഗ് പാരൻ്റാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് കുറേ പേർക്കെങ്കിലും ദേഷ്യം വരും. എന്താ പിന്നെ നമ്മൾ കുഞ്ഞിനെ ശ്രദ്ധിക്കണ്ടേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരാ നോക്കി കൊടുക്കുന്ന, ചുറ്റുമുള്ള കഥകൾ കേൾക്കുന്നതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ചുറ്റുമുള്ള കഥകളുടെ മിക്കപ്പോഴും സൂയിസൈഡ് റേറ്റ് കൂടുന്നു, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കൊരു ഡൗൺഫോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അവർക്ക് സെറ്റ് ബാക്ക് ചെയ്ത്, അതായത് ഒന്ന് റെസിലിയൻ്റ് ആവാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പലപ്പോഴും അവരെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെട്ട് അവർക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സൊല്യൂഷൻ കൊടുക്കുകയാണ്. അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം എല്ലാത്തിനും നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ റെസിലിയൻസ് സ്കില്ല് കുറയുകയാണ് നമ്മൾ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട്, അവരുടെ ആ ഒരു സെറ്റ് ബാക്സിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ടുള്ള കഴിവ് നമ്മൾ സത്യം പറഞ്ഞാൽ കുറയ്ക്കുകയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ നിന്നുണ്ടെങ്കിൽ 150 പേരുടെ അടുത്ത് ചോദിക്കേണ്ട ഗതികേടാണ്. കാരണം എന്താണ്? നമ്മൾ ഈ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യല്ലേ, അവരെയോ സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ഒരു പക്ഷെ നമ്മൾ എന്താണ് അതിൻ്റെ മാർഗം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ സൊല്യൂഷനിലേക്ക് നമ്മൾ അവരെ എത്തിക്കുകയാണ്. അപ്പോൾ നാളെ അവർക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ടേക്കിംഗ് ദെയർ ഓൺ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ. അപ്പോൾ അവർ നമ്മൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അവർക്ക് കോപ്പിംഗ് സ്കിൽസ് പുറകോട്ട് പോവുകയാണ്. ഒരു സങ്കടം വന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും അവർക്ക് അറിയില്ല. എന്നിട്ട് നമ്മൾ പിന്നീട് പറയും, എന്താ ചിന്തിച്ചൂടെ, മറ്റൊരാളുടെ സങ്കടം എന്താണ് സങ്കടം, അല്ലെങ്കിൽ എന്താണ് സന്തോഷം, ഒന്നും നമ്മൾ അവരെ ചിന്തിക്കാനായിട്ട് അനുവദിക്കുന്നില്ലല്ലോ. അതിന് മുമ്പേ നമ്മൾ ചാടി അങ്ങ് വീഴുകയല്ലേ. സോ റിമെമ്പർ, നമ്മുടെ ഓവർ പ്രൊട്ടക്റ്റിംഗ് കാരണം കുഞ്ഞുങ്ങളുടെ റെസിലിയൻസ് സ്കില്ലും കോപ്പിംഗ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒക്കെ തന്നെയാണ് നമ്മൾ താറുമാറാക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി തന്നെയല്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മളുടെ ലൈഫിൽ എപ്പോഴൊക്കെയോ നമ്മളെ ബാധിച്ച കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ജസ്റ്റ് ട്രൈ ദി അതർ വേ റൗണ്ട്. അവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, അവരുടെ എബിലിറ്റീസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് അവർക്ക് ഏറ്റെടുക്കാനായിട്ട് അവരെ അനുവദിക്കുക. ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മിസ്റ്റേക്സ് നമ്മൾ എന്താ തെറ്റ് ചെയ്തിട്ടില്ലേ അല്ലേ, ആ മിസ്റ്റേക്സിൽ നിന്നുമാണ് നമ്മൾ പലതും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരൊരു സൊല്യൂഷൻ കൊടുക്കുന്നതിന് പകരം അവർക്കൊരു ഗൈഡൻസ് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു. ഈ ലോകം ട്രസ്റ്റബിൾ ആണ് എന്നുള്ളൊരു സെൻസ് അവരിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം കാണുന്നതാണ്. വൈ? ബിക്കോസ് ദേ ആർ ബീങ് മോർ റെസിലിയൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റുമായിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.